إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതാണ് മഹത്തായ ഹജ്ജ് കർമ്മം. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് തന്നെ ആ 5 കാര്യങ്ങളിൽ മേലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് 5 കാര്യങ്ങൾക്ക് മുകളിലാണ്. ഒന്നാമത്തേത് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നുള്ള സാക്ഷ്യവാക്യം. രണ്ടാമത്തേത് വ ഇഖാമിസ് സ്വലാഹ്, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കലാണ്. മൂന്നാമത്തേത് വ ഈതാഇസ് സക്കാ, സക്കാത്ത് നൽകലാണ്. നാലാമത്തേത് വൽ ഹജ്ജ്, ഹജ്ജ് കർമ്മമാണ്. വസൗമി റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പും. പല റിവായത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജിനു വേണ്ടിയുള്ള വിളംബരം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടായി കൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, നീ ജനങ്ങളോട് ഹജ്ജിനു വേണ്ടി വിളംബരം നടത്തുക, അവർ നിന്റെ അരികിലേക്ക് വന്നുകൊള്ളും, കാൽനടയായിക്കൊണ്ടും അതുപോലെ തന്നെ മെലിഞ്ഞ ഒട്ടകത്തിന്മേൽ കയറിക്കൊണ്ടും എല്ലാ വിദൂരമായ വഴികളിലൂടെയും ആളുകൾ നിന്റെ അടുക്കിലേക്ക് വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ വിളിക്കുത്തരം നൽകി മുസ്ലിങ്ങൾ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് റബ്ബിന്റെ പരിശുദ്ധ ഭൂമിയിലേക്ക് ഹജ്ജിന് ചെല്ലുന്നു. അവരുടെ പ്രധാന ലക്ഷ്യം അള്ളാഹുവിന്റെ ഭവനമാണ്. റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ആദ്യമായി പണിതുയർത്തപ്പെട്ട കഅബ എന്ന ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുലിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ജനങ്ങൾക്ക് അല്ലാഹുവിനെ ആരാധിക്കാൻ ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഭവനം മക്കയിലുള്ളതാകുന്നു, അഥവാ കഅബയാകുന്നു, മസ്ജിദുൽ ഹറമാകുന്നു. അത് അനുഗ്രഹീതവും ലോകർക്ക് മാർഗദർശനവുമാണ്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, ഫീഹി ആയാതും ബയ്യിനാത്ത് മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലൻ നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. അല്ലാഹു പറഞ്ഞു തരികയാണ്, അതിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അതിലൊന്നാണ് മഖാമു ഇബ്രാഹിം. ആരവിടെ പ്രവേശിച്ചുവോ അഥവാ മക്കയിൽ പ്രവേശിച്ചുവോ അവൻ നിർഭയനായിരിക്കും. ആ ഭവനത്തിലേക്കുള്ള ഹജ്ജ് മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു. ആർക്കാണോ അവിടത്തേക്ക് എത്താനുള്ള യാത്ര സാധ്യമാകുന്നത് അവർക്കത് നിർബന്ധമാണ്.
ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ലോകരുടെ ആശ്രയം ആവശ്യമില്ലാത്തവനാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. അഥവാ മക്കയിലും മസ്ജിദുൽ ഹറാമിലും അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചതാണ് എന്നതിനും അള്ളാഹു ആ സ്ഥലത്തിന് മഹത്വം നിശ്ചയിച്ചിട്ടുണ്ട് എന്നതിനുമുള്ള വ്യക്തമായ തെളിവുകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിൽ പല ആളുകളും ഉംറക്കും ഹജ്ജിനുമായി അവിടെ പോയവരാണ്. നമുക്ക് അവിടെ അത് കാണാൻ സാധിക്കുന്നതാണ്. അതിലൊന്നാണ് മഖാമു ഇബ്രാഹിം എന്നുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ മകനും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവർ കയറി നിന്ന കല്ലാണ് മഖാമു ഇബ്രാഹിം എന്നുള്ളത്. അള്ളാഹു പവിത്രമാക്കിയ അവന്റെ ആ ഭവനത്തിൽ പ്രവേശിക്കുന്നവർ നിർഭയനായിരിക്കും. ആരും അവരെ അവിടെ ദ്രോഹിക്കുകയില്ല. അതുപോലെ തന്നെ മക്കയിലേക്ക് യാത്ര പോകാൻ കഴിവുള്ള ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജ് നിർവഹിക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. കഴിവുള്ള ആളുകൾക്ക് ഒരു തവണയെങ്കിലും ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാകുന്നു. ഇനി ഇസ്ലാമിക നിയമത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ അതോടെ അവൻ കാഫിറായി തീരുന്നതാണ്. അള്ളാഹു അങ്ങനെയുള്ളവരുടെ ഹജ്ജോ മറ്റെന്തെങ്കിലും കർമ്മമോ ആവശ്യമുള്ളവനല്ല. അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത റബ്ബാണ്. സഹോദരങ്ങളെ, ഹജ്ജിന്റെ ശ്രേഷ്ഠതകൾ അത് പറഞ്ഞറിയിക്കാത്തത്രയാണ്. അത്രത്തോളമുണ്ട് ഹജ്ജിന് ശ്രേഷ്ഠതകൾ. ഈ മഹത്തായ സൽക്കർമ്മത്തിന് ഏതൊരു മുഅ്മിനും കൊതിച്ചു പോകുന്ന വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അക്കാര്യം ധാരാളക്കണക്കിന് ഹദീസുകളിലും അതുപോലെ തന്നെ ആയത്തുകളിലും വന്നിട്ടുമുണ്ട്. പാപങ്ങൾ മായ്ക്കപ്പെടാനും നരകമോചനത്തിനുള്ള വലിയ മാർഗങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. അറഫ ദിനത്തിൽ അള്ളാഹു മോചിപ്പിക്കുന്ന അത്രയും പേർ നരകമോചനം നേടുന്ന മറ്റൊരു ദിവസവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, ആരാണോ അള്ളാഹുവിന് വേണ്ടി, ആളുകളെ കാണിക്കാനല്ല അല്ലേ സഹോദരങ്ങളെ, ഈ കാലഘട്ടം എന്നുള്ളത് എല്ലാം ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ്. ഇത് ഹജ്ജിന് പോകുമ്പോൾ അവൻ പറയുകയാണ്, നാട്ടുകാരെല്ലാരും വിളിച്ചു ചേർത്തുകൊണ്ട് അവൻ പറയുകയാണ്, ഞാനിതാ ഹജ്ജിന് പോകുന്നു എന്ന് ആളുകളെ കാണിക്കാൻ. എത്ര വലിയ നന്മയുള്ള ഇബാദത്താണ് ഹജ്ജ് എന്നുള്ളത്. അതും ആളുകളെ കാണിക്കുന്ന ആളുകളില്ലേ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, അള്ളാഹുവിന് വേണ്ടി, ആരാണോ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നത്, എന്നിട്ട് ആ ഹജ്ജിൽ അവൻ മോശമായ കാര്യങ്ങളോ മ്ലേച്ഛ വൃത്തികളോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ എങ്ങനെയാണോ അവന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നത് അതുപോലെയായിരിക്കും അവൻ ഹജ്ജിൽ നിന്ന് തിരിച്ചു വരിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, ഒരു ഉംറ തൊട്ട് അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടുന്നതാണ്. പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ, നമ്മൾ ഈ പണിയെടുക്കുന്നത് മുഴുവനും എന്തിനു വേണ്ടിയാണ്? നാളെ സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, ഇതാ പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. മറ്റൊരു ഹദീസിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അംർ ഇബ്നുൽ ആസ് വന്ന നേരത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല. അല്ലയോ അംർ ഇബ്നുൽ ആസ്, ഇസ്ലാം നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ മുൻപ് ചെയ്ത പാപങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പൊളിച്ചു കളയുമെന്ന് നീ അറിഞ്ഞിട്ടില്ലേ? എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ. ഇതാ ഹിജ്റ ചെയ്യുക എന്നുള്ളത് മുൻ ചെയ്തു പോയ പാപങ്ങൾ അതെല്ലാം പൊളിച്ചു കളയുമെന്ന് നീ അറിഞ്ഞിട്ടില്ലേ? വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹ. ഇതാ ഹജ്ജ് എന്നുള്ളത് മുൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം, മുൻ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊളിച്ചു കളയുമെന്ന് അല്ലയോ അംർ ഇബ്നുൽ ആസ് അങ്ങ് അറിഞ്ഞില്ലേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത പാപങ്ങൾ എത്രയുണ്ട്!
എത്രയെത്ര പാപങ്ങളുണ്ട് സഹോദരങ്ങളെ. ഹജ്ജ് കൊണ്ട് അതെല്ലാം തന്നെ അത് പൊളിച്ചു കളയുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും തുടരെ തുടരെ ചെയ്യണം, തുടരെ തുടരെ ചെയ്യണം. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, അത് നിങ്ങളെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നമ്മിൽ പലരും ഹജ്ജിനും മറ്റും പോകാത്തതിനുള്ള ഒരു കാരണം പോയി കഴിഞ്ഞാൽ പാപ്പർ അയക്കാമെന്ന് വിചാരിച്ചാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നോക്കൂ, ദാരിദ്ര്യത്തെ അത് ഇല്ലാതാക്കി കളയും. ഏതുപോലെ? വസ്സുനൂബ്, അതുപോലെ തന്നെ പാപങ്ങളെയും അത് ഇല്ലാതാക്കി കളയും. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ്, ഏതുപോലെ ഇരുമ്പിലെ മാലിന്യങ്ങളെ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്, അതുപോലെ ഇതാ ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ പാപങ്ങളെയും പോക്കിക്കളയുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയം ഗൗരവത്തിലെടുക്കണം. നമ്മുടെ അടുക്കൽ ഒരുപക്ഷെ പണം ഉണ്ടായേക്കാം, പല ആളുകളും പോകാത്തതിനുള്ള ഒരു കാരണം എന്തായിരിക്കും? യുവാക്കളാണെങ്കിൽ അവർ പറഞ്ഞേക്കാം കുറച്ച് പ്രായമൊക്കെ ആവട്ടെ, വയസ്സായി കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് എന്തുറപ്പാണുള്ളത് അടുത്ത നിമിഷം നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന്? എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. പ്രായമായ ആളുകൾക്ക് മാത്രം ചെയ്യാനുള്ള ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. തികച്ചും തെറ്റാണത്. ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുകയില്ല. ഇതാ 40 വയസ്സ് കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യണം, അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യണം എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയത്തിൽ ഗൗരവപൂർവം എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി ഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ, ഇനി നമുക്ക് വരാനിരിക്കുന്നത് ഹജ്ജ് മാസമാണ്. ആ ഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ, ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്ന ദിനങ്ങൾക്ക് ഏറെ ശ്രേഷ്ഠതയുണ്ട്. ദുൽഹിജ്ജ മാസം ആദ്യത്തെ 10-നുള്ളിലാണ് ഹജ്ജിലെ സുപ്രധാനമായ കർമ്മങ്ങൾ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പറയുകയാണ്, വലയാലിൻ അശർ, 10 രാവുകൾ തന്നെ സത്യം. ഇവിടെ അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ 10 ദിവസങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, മൽ അമലു ഫീ അയ്യാമിൻ അഫ്ളലു മിൻഹാ ഫീ ഹാദിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇതാ ഈ 10 ദിവസം നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. സഹാബിമാർ ചോദിച്ചു, വലൽ ജിഹാദ്, അല്ലാഹുവിന്റെ റസൂലെ ജിഹാദോ? ജിഹാദിനെക്കാളും റബ്ബിനിഷ്ടം ഈ 10 ദിവസം ചെയ്യുന്ന അമലുകളാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനെക്കാളും. ഏതവനൊഴികെ ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈ, ഒരുവൻ ജിഹാദിനു വേണ്ടി പുറപ്പെടുകയും അവൻ മരണപ്പെടുകയും ചെയ്താൽ, അഥവാ ഷഹീദിനൊഴികെ അല്ലെങ്കിൽ ഷഹീദായ അമലൊഴികെ ബാക്കി എല്ലാ അമലുകളും ഈ ദിവസം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ദിനങ്ങൾ ഏറ്റവും മഹാത്മ്യമുള്ള ദിനങ്ങളാണ്. റമളാനിലെ അവസാന 10 രാത്രികളാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികൾ റമളാനിലെ അവസാനത്തെ 10 രാത്രികളാണ്. എന്നാൽ പകലുകൾ പരിഗണിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ അത് ദുൽഹിജ്ജ 10 രാവുകളാണ് പകലുകളാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എന്താണ് ഓരോ മുസ്ലിമും പരിശ്രമിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ അമലുകൾ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അറഫ നോമ്പ് അത് ദുൽഹിജ്ജ 9-നാണ്. അഥവാ സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠതമായ അറഫ നോമ്പ് അത് വരുന്നതും ദുൽഹിജ്ജ 9-നാണ്. എന്താണ് സഹോദരങ്ങളെ ഇതിനുള്ള ശ്രേഷ്ഠത? വരാനിരിക്കുന്ന പാപങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അറഫ ദിനത്തിന് മുൻപുള്ള ദുൽഹിജ്ജയിലെ ദിവസങ്ങളിലും നോമ്പെടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നിസ്കാരവും സ്വതക്കയും ദിക്റുകളും ആ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ടതാണ്.
പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ പ്രത്യേകിച്ച് നമ്മൾ വർദ്ധിപ്പിക്കണമെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ ഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഇതാ ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ പോലെ റബ്ബിന് ഇഷ്ടമുള്ള മറ്റൊരു ദിവസവുമില്ല അമലുകൾ ചെയ്യുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഫാക്തിറു ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്, അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എന്തൊക്കെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ്, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ എന്നുള്ള ഈ ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇസ്ലാമിലെ ഏത് നിയമത്തിന് പിന്നിലുമുള്ളതുപോലെ തന്നെ ഹജ്ജ് നിശ്ചയിക്കപ്പെട്ടതിന് പിന്നിലും മഹത്തായ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങളും പ്രയോജനങ്ങളും ഹജ്ജിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അവയിൽ ചിലത് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് സഹോദരങ്ങളെ, തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം അത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന തത്വം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഥവാ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ആ ഒരു കാര്യമാണ് ഏത് ഇബാദത്തിന്റെയും പൊരുൾ. അല്ലേ സഹോദരങ്ങളെ, ഈ ഒരു സത്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അവന്റെ നബിമാരെ നിയോഗിച്ചത്. അവന്റെ കിതാബുകൾ മുഴുവനും അവതരിപ്പിക്കപ്പെട്ടതും അതിനുവേണ്ടി തന്നെ. പടപ്പുകളെ സൃഷ്ടിച്ചതിനു പിന്നിലുള്ള ലക്ഷ്യവും അതാണ്. ഈ അടിസ്ഥാന ആദർശം തിളങ്ങി നിൽക്കുന്ന കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. അതിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാണ്. ഒരാൾ ഹജ്ജിന്റെയും ഉംറയുടെയും ആദ്യത്തെ കർമ്മമായ ഇഹ്റാം ചെയ്തത് മുതൽ ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തൽബിയത്ത് തന്നെ മുന്തിയ ഒരു ഉദാഹരണമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹജ്ജ് ആരംഭിച്ചത് തൗഹീദ് കൊണ്ടാണ്, അഥവാ ഹജ്ജിന്റെ തൽബിയത്ത് അവിടുന്ന് ആരംഭിച്ചത് അതുകൊണ്ടാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, എന്താണ് ഹജ്ജിന്റെ തൽബിയത്ത് അല്ലെങ്കിൽ ഉംറയുടെ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത വലകൽ മുൽക് ലാ ശരീക ലക്. ഇതാണ് സഹോദരങ്ങളെ തൽബിയത്ത്. എന്താണ് ഇതിന്റെ അർത്ഥം? നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഒരു പങ്കുകാരുമില്ല. നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. സ്തുതിയെല്ലാം നിനക്കാണ്, അനുഗ്രഹങ്ങളെല്ലാം നിന്റേതാണ്, ആധിപത്യവും നിന്റേതാണ്. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹജ്ജ് ആരംഭിക്കുന്നത് തന്നെ. തൗഹീദാണ് സഹോദരങ്ങളെ, തൗഹീദാണ്. ഹജ്ജിന്റെ ആരംഭം തന്നെ തൗഹീദാണ്. എന്നാൽ മക്ക മുശ്രിക്കീങ്ങൾ ഈ തൽബിയത്തിൽ മായം ചേർത്തു. അവർ തൽബിയത്ത് ചൊല്ലുമായിരുന്നു, അള്ളാഹുവിന് പങ്കുകാരില്ല എന്ന് അതിലൂടെ അവർ ആദ്യം പറയും. ഇത് കേൾക്കുമ്പോൾ അവിടെ വെച്ച് നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ അവിടെ നിർത്തുകയില്ല. അള്ളാഹുവിന് ഒരു തരത്തിൽ പങ്കാളികൾ ഉണ്ട് എന്ന് അവർ പറയുമായിരുന്നു. എന്നാൽ ആ പങ്കാളി അള്ളാഹുവിന്റെ ഉടമസ്ഥക്ക് അല്ലെങ്കിൽ ഉടമസ്ഥതയ്ക്ക് കീഴിൽ തന്നെയാണ്. ആ പങ്കാളിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇതായിരുന്നു മക്ക മുശ്രിക്കീങ്ങൾക്ക് സംഭവിച്ച ശിർക്ക്. അള്ളാഹുവാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച റബ്ബ് എന്ന് അവർ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇബാദത്തിന്റെ കാര്യം വരുമ്പോൾ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്നായിരുന്നു അവരുടെ ന്യായം. അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന ശുപാർശക്കാരിൽ ഒരാളാണ് ഇവരെന്നുമാണ് അവരുടെ ന്യായം. അവരുടെ തൽബിയത്തിനെ കുറിച്ച് സഹീഹ് മുസ്ലിമിലെ ഹദീസ് ഈ വിഷയം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് നിവേദനം ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുന്ന് പറയുകയാണ്, കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കീങ്ങൾ ഇങ്ങനെയായിരുന്നു പറയാറ്, ലബ്ബൈക ലാ ശരീക ലക് ഖാല ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൈലകും ഖദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറയുമ്പോൾ മുശ്രിക്കീങ്ങളോട് പറയുമെന്നാണ്, നിങ്ങൾക്ക് നാശം, നിങ്ങൾ നിർത്തുക. എന്നിട്ട് ഫയഖൂലൂൻ ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു പങ്കുകാരൻ ഒഴികെ. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ പറയുന്ന വാക്കാണ് ഇത്, ഒരു പങ്കുകാരൻ ഒഴികെ. തംലികുഹു വമാ മലക്, അവർ അല്ലാഹുവെ നീ ഉടമസ്ഥപ്പെടുത്തിയ ആളുകളാണ്, അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതും
അള്ളാഹു നീ ഉടമസ്ഥപ്പെടുത്തിയതാണ്. പക്ഷേ അവരോട് നമ്മൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹു നിന്നിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഇബ്നു അബ്ബാസ്, അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് വഹും യതൂഫൂന ബിൽ ബൈത്ത്, അവർ ഹജ്ജ് ചെയ്യുമ്പോൾ അവർ കഅബയെ ഇതും പറഞ്ഞുകൊണ്ടായിരുന്നു തവാഫ് ചെയ്യാറ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് സംഭവിച്ച ശിർക്ക്. ഞങ്ങൾ അള്ളാഹു കഴിവ് നൽകിയ ഔലിയാക്കളോടും അമ്പിയാക്കളോടുമാണ് ചോദിക്കുന്നത്. അവർക്കൊന്നും അള്ളാഹു കൊടുക്കാത്ത ഒരു കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നിങ്ങനെ ശിർക്കിന് ന്യായീകരണങ്ങൾ ചമക്കുന്ന ആളുകളുണ്ട്, ശിർക്കിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ഇത് തന്നെയായിരുന്നു സഹോദരങ്ങളെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. ഇത് സാധാരണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത ചില മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുമുണ്ട്. അതിവർ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ സംഭവം മനസ്സിലാക്കിയാൽ പിന്നീട് അവർക്ക് ജീവിക്കാൻ കഴിയുകയില്ല. കാരണം സാധാരണക്കാരുടെ പൈസ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളവർ. നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം സഹോദരങ്ങളെ, തൗഹീദ് എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്, ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ അവർ അത് സാധാരണക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്നുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം തൗഹീദാണ് ഹജ്ജിന്റെ ഒരു സ്തംഭങ്ങളിൽ ഒന്ന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം ഇത്തിബാഇന്റെ സാക്ഷാത്കാരമാണ്. അല്ലേ സഹോദരങ്ങളെ, പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന അത് തൗഹീദാണ്, ഇഖ്ലാസാണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ നിബന്ധന ഇത്തിബാ ആകുന്നു. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു തന്നോ അതുപോലെ ചെയ്യുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമുക്ക് കാണിച്ചു തന്നോ അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യാത്ത കർമ്മങ്ങൾ ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ ഹജ്ജിന്റെ വേളയിൽ, ലിതഖുദു മനാസികകും, നിങ്ങൾ ഇതാ എന്നിൽ നിന്ന് ഞാൻ എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അത് സ്വീകരിച്ചു കൊള്ളുക, ഞാൻ എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് എത്ര ഗുണപാഠങ്ങളുണ്ട് സഹോദരങ്ങളെ. ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നി യഅലമു അന്നക ഹജർ, നീ ഒരു കല്ലാണ് എന്ന് എനിക്കറിയാം. ലാ തളുറു വലാ തൻഫഅ, നീ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല എന്നും എനിക്കറിയാം. വലൗല അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഒരിക്കൽ പോലും ഞാൻ ചുംബിക്കുകയില്ല. ഇത്തിബാഅാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത് അതുപോലെ ചെയ്ത സഹാബിമാർ. ഇത് ഹജ്ജിന് മാത്രമല്ല സഹോദരങ്ങളെ, ഏതേത് ഇബാദത്തുണ്ടോ അത് എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നത് അതുപോലെ ചെയ്യണം. മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. യഅല ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം, ഞാൻ ഉമറിന്റെ കൂടെ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഹജറുൽ അസ്വദ് കഴിഞ്ഞ് വാതിലിന് ശേഷമുള്ള കഅബയുടെ മൂലയിൽ എത്തിയപ്പോൾ ഞാൻ അവിടെ തൊട്ട് തടവാൻ വേണ്ടി ഒരുങ്ങി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, നീ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തവാഫ് ചെയ്തിട്ടില്ലേ? അവിടുന്ന് പറഞ്ഞു, ഉണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ തൊട്ടു തടവുന്നത് നീ കണ്ടിട്ടുണ്ടോ? നോക്കൂ സഹോദരങ്ങളെ, ഏതൊരാളുകൾക്കും മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ഏതേത് ഇബാദത്തും നമുക്ക് ചെയ്യുമ്പോൾ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞു, ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ അത് വിട്ടു നടന്നോളൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിനക്ക് ഉത്തമമായ മാതൃകയുണ്ട്. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിനക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം തഖ്വയുടെ സാക്ഷാത്കാരമാണ് ഹജ്ജിലുള്ളത്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ
അവന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. ഹജ്ജ് തഖ്വയുമായി വേർപെടുത്താൻ നമുക്ക് സാധ്യമല്ല, അത്രയും ബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഖുർആനിലെ ആയത്തുകളിൽ തഖ്വയെ കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നിർത്തുന്നത് തന്നെ വത്തഖുല്ലാഹ് വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം, തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക എന്നുള്ളതാണ്. ഹജ്ജിന്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അല്ലാഹുവിന്റെ ദിക്ർ നിലനിർത്തുക എന്നത്. ഹജ്ജിനെ കുറിച്ച് പറയുന്ന ആയത്തുകളിൽ പലതവണ അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം വദ്കുറൂഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനൽ ളാലിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്, നിങ്ങൾ അറഫയിൽ നിന്നും നീങ്ങിയാൽ മശ്അറുൽ ഹറാമിന്റെ അരികിൽ അല്ലാഹുവിനെ സ്മരിക്കുക. അവൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതു പ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കുക. അതിനു മുമ്പ് തീർച്ചയായും നിങ്ങൾ വഴികേടിൽ കഴിയുന്നവർ തന്നെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഅബ തവാഫ് ചെയ്യൽ, സഫാ മർവയ്ക്കിടയിലെ സഅയി, ജംറയിൽ കല്ലെറിയൽ തുടങ്ങിയ കർമ്മങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടിയാണ്. മാത്രമല്ല, ഹജ്ജ് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചലും അവരുടെ ദിക്റിന്റെ അടിസ്ഥാനത്തിലാകുന്നു. അത് ഹജ്ജ് എന്നല്ല, ഏത് ഇബാദത്തിലും എത്ര കണ്ട് റബ്ബിനെ സ്മരിക്കുന്നുണ്ടോ അവരായിരിക്കും ഏറ്റവും ഉത്തമർ. അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ലേ, നോമ്പുകാരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആരാണ് എന്ന്? എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി? അക്തറുഹും ലില്ലാഹി ദിക്റാ. അള്ളാഹു ഏറ്റവും കൂടുതലായി ആരാണോ സ്മരിക്കുന്നത് അവരാണ് നോമ്പുകാരിൽ ഏറ്റവും ഉത്തമർ. ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഏത് കർമ്മങ്ങളിലും. അതുകൊണ്ട് ഈ ഒരു വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ട നാളിനെ പറ്റിയാണ് ഹജ്ജിലുള്ള ഒരു കാര്യം. അഞ്ചാമത്തെ കാര്യം അന്ത്യനാളിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിറക്കുന്ന കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഹജ്ജിന് പോകുന്നയാൾ ആദ്യം താൻ സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഊരിവെക്കുകയാണ്. സാധാരണ ധരിക്കുന്ന വസ്ത്രം അവൻ ഊരിവെക്കുകയാണ്. എന്നിട്ട് കുളിക്കുകയും കഫൻ പുടവയോട് സാദൃശ്യമുള്ള 2 കഷണം വെള്ളത്തുണി കൊണ്ട് ശരീരം മറക്കുകയും ചെയ്യുകയാണ്. അറഫയിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള മനുഷ്യർ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി വന്നു നിൽക്കുന്നു. അവരിൽ കറുത്തവരും വെളുത്തവരും ഉയരമുള്ളവരും ഉയരമില്ലാത്തവനും എല്ലാ ആളുകളും വരുന്നുണ്ട്. യുവാക്കളും വൃദ്ധരും ഭരണാധികാരികളും പ്രജകളും പുരുഷന്മാരും സ്ത്രീകളും പണ്ഡിതന്മാരും പാമരന്മാരും എല്ലാവരുമുണ്ട്. മരണവും പുനരുദ്ധാനവും ഓർമ്മപ്പെടുത്തുന്ന എത്ര രംഗങ്ങളാണ് സഹോദരങ്ങളെ ഹജ്ജിലുള്ളത്. നേരത്തെ ഉദ്ധരിച്ച ഹജ്ജിനെ കുറിച്ചുള്ള ആയത്തിന്റെ അവസാന ഭാഗം വീണ്ടും ശ്രദ്ധിക്കുക. അള്ളാഹു പറയുകയാണ്, വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, വത്തഖുല്ലാഹ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക. എന്നിട്ട് പറയുകയാണ്, അന്നകും ഇലൈഹി തുഹ്ശറൂൻ, നിങ്ങൾ അവനിലേക്കാണ് മടക്കപ്പെടാനുള്ളത്, അവനാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. ഇതാണ് സഹോദരങ്ങളെ ഹജ്ജിന്റെ മറ്റൊരു ലക്ഷ്യം. ആറാമത്തേത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മുസ്ലിങ്ങളുടെ ഐക്യം. മുസ്ലിങ്ങളുടെ ഐക്യവും അതുപോലെ തന്നെ സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്ന കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഭൂമിയുടെ വിവിധ കോണുകളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും നാവിൽ ഉയരുന്നത് തന്നെ തൽബിയത്താണ്. ഒരേ ഒരു തൽബിയത്താണ്. അവരെല്ലാം ഒരേ റബ്ബിനെയാണ് ആരാധിക്കുന്നത്, ഒരേ റസൂലിനെയാണ് പിൻപറ്റുന്നത്. അവരുടെ കിബില ഒന്നാണ്, അവരുടെ അഭിവാദ്യം ഒന്നാണ്. വിദൂര ദിക്കുകളിലെ തന്റെ സഹോദരങ്ങളെ കാണാനും
അവരെ പരിചയപ്പെടാനും അവരുമായി ബന്ധം ചേർക്കാനും ഹജ്ജിലൂടെ സാധിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്, ഇന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മതൻ വാഹിദ വ അന റബ്ബുകും ഫഅബ്ദൂൻ. തീർച്ചയായും ഇതാണ് നിങ്ങളുടെ മതം, ഒരേ ഒരു മതം, ഞാൻ നിങ്ങളുടെ റബ്ബുമാണ്, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഹജ്ജിന്റെ പറഞ്ഞ ശ്രേഷ്ഠതകൾ, ഹജ്ജിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, നമുക്ക് കഴിവുണ്ട് എങ്കിൽ, നമ്മുടെ കയ്യിൽ സമ്പത്തുമുണ്ട്, ആരോഗ്യപരമായി നമുക്ക് കഴിയുമെങ്കിൽ ഹജ്ജ് എന്നുള്ള കർമ്മം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലേ സഹോദരങ്ങളെ, നമ്മൾ പല നാടുകളും കാണാനും മറ്റും നമ്മൾ എത്ര ചിലവാക്കുന്നുണ്ട്, ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. പല നാടുകളിലേക്കും ടൂറും മറ്റും പോകാൻ നമ്മൾ എത്ര പണം ചിലവാക്കുന്നുണ്ട്. പക്ഷേ ഹജ്ജിന്റെ വിഷയം വരുമ്പോൾ എന്തോ എന്നറിയില്ല, പല ആളുകളും പിന്നോട്ട് പോവുകയാണ്. ഇതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു അമലാണ് ഹജ്ജ് എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളമായി ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും രോഗികളാണ്, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും തന്നെ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.